ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ പതിവ് പോലെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ വിശേഷങ്ങളൊക്കെയാണ്. ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയത് അപ്പമാണ് കേട്ടോ. അപ്പോൾ ഇന്നലെ തന്നെ മാവൊക്കെ റെഡിയാക്കി വെച്ചിട്ട് രാവിലെ അപ്പം റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നാണെങ്കിൽ മോൻ്റെ ബർത്ത്ഡേ ആട്ടെ, മൂത്ത ആളുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഇന്ന് അവനെന്തെങ്കിലും കേക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കോളാൻ പറഞ്ഞിട്ടുണ്ട് ഹസ്ബൻഡ്. അപ്പോൾ അപ്പത്തിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞാൻ പിന്നെ അതിന് കുത്തിയൊഴിച്ച മുട്ടക്കറിയാട്ടോ ഉണ്ടാക്കിയത്. അത് ഞാൻ വീഡിയോ എടുത്തില്ല. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നേരെ ടെറസിൻ്റെ മുകളിൽ വന്നതാട്ടോ. അപ്പോൾ കുറച്ച് കോവയ്ക്ക നിൽക്കണത് കുറച്ച് ദിവസമായി. അപ്പോൾ അതിന് ഇപ്പോൾ തന്നെ അതിൻ്റെ ഉള്ളിൽ ചുമന്നിട്ടുണ്ടാവും. പെട്ടെന്ന് പൊട്ടിക്കണം കേട്ടോ, അല്ലെങ്കിൽ വേഗം പഴുത്തു പോകും. അപ്പോൾ ഇനി കൂടുതൽ പഴുത്ത് കഴിഞ്ഞാൽ പിന്നെ കറി വയ്ക്കാൻ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. ഇപ്പോൾ ഇച്ചിരിയൊക്കെ ഉള്ളിൽ ചുമന്നാലും നമുക്കത് കറി വയ്ക്കാൻ നല്ലതാണ്. അപ്പോൾ അതൊക്കെ പൊട്ടിക്കാനായിട്ട് കയറി വന്നതാണ്. അത് കോവക്ക പൊട്ടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കേട്ടോ നമ്മുടെ 10 മണി ഇന്ന് വെറൈറ്റി കളേഴ്സിലൊക്കെ പൂവുണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ പിന്നെ അത് പോയി വീഡിയോ എടുത്തതാണ്. എല്ലാ ദിവസവും ഞാനിങ്ങനെ വന്ന് നോക്കും കേട്ടോ. അപ്പോൾ ഇങ്ങനെ വേറെ വ്യത്യസ്ത കളറുകളിലൊക്കെ ചില ദിവസം ചില പൂക്കൾ കൂടുതലുണ്ടാവും, ചില കളറുകൾ കൂടുതൽ പൂവുണ്ടാവും, ചിലത് കുറവായിരിക്കും. അപ്പോൾ ഇന്ന് ഏതാ കൂടുതൽ അങ്ങനെയൊക്കെ പോയി എന്നും നോക്കും കേട്ടോ. ഇത് ഇങ്ങനെ കാണുമ്പോൾ തന്നെ നല്ലൊരു സന്തോഷമാണ്. ഈ ലൈറ്റ് റോസ് ആണ് ഇന്ന് കൂടുതലിട്ട്. എപ്പോഴും ഈ കളറ് നമ്മുടെ ഈ പിങ്ക് കളർ ഉണ്ടല്ലോ, കടുത്ത റോസ്, അതാണ് എന്നും കൂടുതലുണ്ടാവാറ്. പക്ഷെ അത് കാണാൻ നല്ല രസമാണ്. ഇതിന്മേൽ കുറേ പൂമ്പാറ്റകളും വരും കേട്ടോ, കുഞ്ഞു കുഞ്ഞു പൂമ്പാറ്റകൾ. ഇപ്പം ഞാൻ ഇത് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന കാരനാണ് അവരെ കാണാത്തത്. എന്നെ കണ്ടിട്ടൊക്കെ പറന്നു പോയിട്ടുണ്ട്. അങ്ങനെ ആ പൂക്കളെയൊക്കെ ഒന്ന് കണ്ട് തലോടി അങ്ങനെ കുറേ നേരം പോകും കേട്ടോ. നല്ല രസമാണ് ഇങ്ങനെ നോക്കി നിൽക്കാൻ തന്നെ. ഇവരിങ്ങനെ വെയിൽ കൊണ്ടിട്ട് ഈ പൂമ്പാറ്റകൾ ഇങ്ങനെ വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പരാഗണം നടന്നിട്ട് ഇതിൽ നിന്ന് തന്നെ ഇനി പുതിയ കളറുകളൊക്കെ ആയിട്ട് പൂക്കൾ ഉണ്ടാവും കേട്ടോ. ഈ ഒരേ ചെടിയിൽ തന്നെ വേറെ കളർ പൂവൊക്കെ ഉണ്ടായി നിൽക്കണതാണ് ഇടയ്ക്കൊക്കെ. അങ്ങനെ ഞാൻ പിന്നെ താഴെ വന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ കോവയ്ക്കയുടെ കൂടെ വേറെ ചെടിച്ചട്ടികളിലൊക്കെ നിന്ന് ചീരത്തൈകളാണത്. നമ്മൾ നട്ടതൊന്നല്ല, തന്നെ വിത്ത് ചാടി ഇങ്ങനെ മുളച്ച് കിട്ടിയതാണ്. അപ്പോൾ അത് കളയണ്ടെന്ന് വിചാരിച്ച് ഞാനതും എടുത്തുകൊണ്ട് വന്നു കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ കുറച്ച് ചീര ഒരു പിടിയൊക്കെ ആകുമ്പോൾ ഞാൻ അതിലേക്ക് ഒരു മുട്ടയും കുത്തിയൊഴിച്ച് ഒരു തോരൻ പോലെയാക്കിയൊക്കെ എടുക്കും കേട്ടോ. വെറുതെ കളയണ്ടല്ലോ, ഇലക്കറികളല്ലേ, അതും ഒരു വിഷമൊന്നും ഇല്ലാതെ നമ്മുടെ മുറ്റത്ത് തന്നെ ഉണ്ടായി കിട്ടണതല്ലേ. അപ്പോൾ അതുകൊണ്ട് അതും ഞാൻ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. പിന്നെ താഴെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ സാമ്പാർ ചീരയോ മൈസൂർ ചീരയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അതിൻ്റെ കൂടെ ഇട്ടിട്ട് അതും ഒരു തോരനാക്കണമെങ്കിൽ അങ്ങനെയും ആക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഒരു കിറ്റിലാക്കി ഫ്രിഡ്ജിൽ വെച്ചേക്കും. എന്നിട്ട് കുറച്ചും കൂടി ഇല അതിൻ്റെ കൂടെ കിട്ടുമ്പോൾ ഒരു തോരനാക്കും. അങ്ങനെയൊക്കെ ആട്ടോ ഞാൻ ചെയ്യണം. നമ്മുടെ മുറ്റത്ത് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് തോരൻ അന്വേഷിച്ച് വേറെ പോകേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഞാൻ തന്നെ ഈ കോവലം നട്ടേക്കുന്നത് എൻ്റെ ടെറസിൻ്റെ മുകളിലാണ്, മണ്ണിലൊന്നുമല്ല, ഒരു പാത്രത്തിനകത്ത് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ അതുപോലെ സ്ഥലമുള്ളവർക്ക് താഴെ നട്ടിട്ട് ടെറസിൻ്റെ മുകളിലേക്ക് വേണമെങ്കിൽ പടർത്താം, അല്ലെങ്കിൽ ഏതെങ്കിലും മരങ്ങളുടെ മുകളിലേക്ക് വേണമെങ്കിൽ പടർത്താം. നമ്മൾ നട്ടു കൊടുത്താൽ മതി കേട്ടോ. അവർ തന്നെ എവിടെ വേണമെങ്കിലും കയറി പടർന്ന് അതുമ്മേ പെട്ടെന്ന് കോവലത്തിൽ കായ ഉണ്ടാവും. നമ്മൾ ഇടയ്ക്കൊക്കെ എന്തെങ്കിലുമൊക്കെ അതിൻ്റെ ചോട്ടിൽ എന്തെങ്കിലും ചാണകമോ അല്ലെങ്കിൽ വീട്ടിലെ കഞ്ഞിവെള്ളമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുത്താൽ തന്നെ നന്നായിട്ട് കായ ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമുക്ക് വേണമെന്ന് വിചാരിച്ചാൽ നമുക്ക് തന്നെ നമ്മുടെ മുറ്റത്ത് എന്തെങ്കിലുമൊക്കെ നട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എപ്പോഴും ഈ വിഷമടിച്ച പച്ചക്കറികൾ മാത്രം വാങ്ങി കഴിക്കാതെ നമ്മൾ നമ്മുടെ കൈകൊണ്ട് തന്നെ നട്ട് ഉണ്ടാക്കി കിട്ടണ പച്ചക്കറികൾക്കായാലും ആ പൂക്കളെയും ചെടികളെയൊക്കെ കാണാനായാലും ഒരു നല്ല സന്തോഷമല്ലേ. അപ്പോൾ പറ്റണതുപോലെ ഒരു ചെടിച്ചട്ടിയിലാണെങ്കിലും ഒരു ചോട് ചീരയാണെങ്കിലും വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു മുട്ടയൊക്കെ ചേർത്ത് നമുക്ക് മക്കൾക്ക് കൊടുത്താൽ നമുക്കും ഒരു സന്തോഷമാണ്. നമ്മൾ വീട്ടിലുണ്ടാക്കിയ ഒരു ഭക്ഷണം നമ്മൾ തന്നെ ഉണ്ടാക്കി മക്കൾക്കൊക്കെ കൊടുത്തുല്ലോ എന്നുള്ളൊരു സംതൃപ്തിയും അതും കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ പറ്റണവരൊക്കെ ചെയ്യട്ടെ എന്ന് വിചാരിച്ച് പറഞ്ഞതാണ്. അങ്ങനെ എൻ്റെ കോവയ്ക്കൊക്കെ തോരനൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. കോവയ്ക്ക തോരൻ വയ്ക്കാനിപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ. ഉള്ളിയും ഞാൻ കാന്താരി മുളകാണ് ഇട്ടത്. ഉള്ളിയും കാന്താരി മുളകും ചതച്ചിട്ടിട്ട് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് അത് റെഡിയായി വന്നപ്പോൾ കോവയ്ക്ക ഇട്ട് കൊടുത്തു. പിന്നെ കുറച്ച് വേപ്പില ഇട്ടിട്ടുണ്ടായി, ഉപ്പിട്ട് അത് നന്നായിട്ട് വേവായി വന്നപ്പോൾ തേങ്ങയിട്ട് ഇളക്കി കോവയ്ക്ക റെഡിയാക്കി. പിന്നെ ഇന്ന് ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് വേറെ കൂടുതൽ കറികളൊന്നും ഉണ്ടാക്കണില്ല. ഞാൻ പറഞ്ഞില്ലേ മോൻ്റെ ബർത്ത്ഡേ ആണെന്ന്. പിന്നെ ഒരു വിശേഷ സംഭവം ഉണ്ടിട്ട് ഉപ്പുമാങ്ങയാണ്. അപ്പോൾ ഇതൊന്ന് ഞെരടി ചമ്മന്തിയാക്കി എടുക്കും. അപ്പോൾ മോൻ്റെ ബർത്ത്ഡേ ആയിട്ട് ഇനി രാത്രി എന്തായാലും അവന് കേക്ക് വേണ്ട, മന്തി മതി എന്നാണ് പറഞ്ഞത്. അപ്പോൾ അവൻ്റെ ഇഷ്ടത്തിന് മന്തി വാങ്ങിയിട്ടുണ്ടായി. അപ്പോൾ രാത്രി അത് ഹെവി ആയിട്ട് ആ ഫുഡാണ് ഉള്ളത്. അപ്പോൾ പിന്നെ ഉച്ചയ്ക്ക് ലൈറ്റായിട്ട് മതിയല്ലോ. മക്കളൊക്കെ സ്കൂളിൽ കോളേജിലും പോയി, പിന്നെ ഞാനും മോളും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾക്ക് പിന്നെ ഉമ്മായും ഉണ്ടായി. അപ്പോൾ ഞങ്ങൾക്ക് അത് മതി. അപ്പോൾ രാത്രി ഞങ്ങൾ പിന്നെ മന്തി വാങ്ങിയിട്ടോ. കേക്ക് വേണ്ടാന്ന് വെച്ചു, മന്തി മതി എന്ന് പറഞ്ഞു.
അപ്പോൾ മന്തി ഇവിടെ അടുത്ത് കുറേ നമ്മുടെ അടുത്ത് തന്നെ കുറേ റെസ്റ്റോറൻറ്റുകളൊക്കെ ഉണ്ട് കേട്ടോ. ഇതിപ്പോൾ ഈ മന്തിക്ക് വേണ്ടി മാത്രം ഒരു കടയുണ്ട് ഇവിടെ, അറേബ്യൻ മന്തി എന്ന് പറഞ്ഞിട്ട്. അവിടെ നിന്നാണ് വാങ്ങിയത്. നല്ല സൂപ്പർ മന്തിയായിരുന്നു കേട്ടോ. അപ്പോൾ മക്കൾക്കൊക്കെ ഹാപ്പിയായി. അവർക്കിപ്പോൾ കേക്കിനോടൊന്നും താല്പര്യം കുറവാണ്. ആദ്യമൊക്കെ ആണെങ്കിൽ എപ്പോഴും കേക്ക് എന്ന് പറഞ്ഞിട്ടിരിക്കുമായിരുന്നു. ഇപ്പോൾ വലുതായാരണാന്ന് തോന്നുന്നു കേക്കൊന്നും അത്ര ഇഷ്ടമല്ല. ഇടയ്ക്കൊക്കെ ഒരു പീസൊക്കെ കിട്ടിയാൽ കഴിക്കും എന്നല്ലാണ്ട്. അപ്പോൾ അതുകൊണ്ട് കേക്ക് മാറ്റി മന്തി പിടിച്ചതാണ്. പിന്നെ ഇതിനകത്താണെങ്കിൽ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞ് പാക്കറ്റുകളിൽ പല സംഭവങ്ങളും ഉണ്ടാവുമല്ലോ. അതിൻ്റെ സാലഡും ചമ്മന്തിയും മയണൈസും പിന്നെ കുക്കുംബർ അരിഞ്ഞതും അങ്ങനെ അതെല്ലാം പകർത്തി ഞാൻ ഒരേ പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിട്ട് അത്യാവശ്യം ഞാനൊരു പാത്രത്തിൽ പകർത്തിയപ്പോൾ ആ പാത്രം നിറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്കിത് രാത്രി മാത്രമല്ല കേട്ടോ, പിറ്റേന്ന് ഉച്ചയ്ക്കും കൂടി കഴിക്കാനുണ്ടായി. ഫുൾ മന്തിയായിരുന്നു. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. വീണ്ടും അടുത്ത വീഡിയോയിൽ അടുത്ത വിശേഷങ്ങളുമായിട്ട് വരാം.